ഈ സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ ഏത് രീതിയിലാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നും 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദമാണ് മഴ കനക്കാൻ കാരണം. സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സനിസ, മഴ കനക്കുകയാണ്. അതേസമയം നിരവധി അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും? ഏതൊക്കെ ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്? അമൃത, വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതിശക്തമായി മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും അലർട്ടുകളുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ കനക്കുന്നത്. കൂടാതെ തന്നെ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്കൊപ്പം 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കൂടാതെ പടിഞ്ഞാറൻ കാറ്റും കേരളത്തിന് മുകളിൽ സജീവമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവരൊക്കെ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. കൂടാതെ ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടുള്ള മഴയായതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അളവിൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് മൂലം മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലിനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഈ മഴയെ തുടർന്നും കാറ്റിനെ തുടർന്നും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഈ തീരദേശ മേഖലയിലാണെങ്കിൽ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇന്നും കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. തീരദേശവാസികളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ഡാമുകളിലും നദികളിലും അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രളയ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് അമൃത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. ശരി.